ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ ആകാശ് പറയുന്നുണ്ട് രചന അടുത്ത്, എടി നിന്റെ കുഞ്ഞിനെ കാണുന്നില്ല. എന്റെ മോള് എവിടെ പോയി ആകാശ്? വീട്ടിലെ ഭയങ്കര പ്രശ്നങ്ങളാണ് നടക്കുന്നത്. മഹേഷ് ഇഷിത തമ്മിൽ വൻ വഴക്കാണ്. അത് അവിടുത്തെ റോയി എന്നോട് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ്. ആ വഴക്ക് താങ്ങാൻ പറ്റാതെ കുഞ്ഞെവിടെയെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കും. ഈശ്വര, ആകാശ് വാ ആകാശ്, നമുക്ക് എവിടെയെങ്കിലും പോയി തപ്പിപ്പോയി കണ്ടുപിടിക്കാം നമ്മുടെ മോളെ എന്ന് പറയാണ്. നീ എവിടെ പോയി കണ്ടുപിടിക്കാൻ നിൽക്കുവാണ്? നോക്ക്, ഇഷിതയും മഹേഷും ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോയി കാണുമായിരിക്കും. ചിപ്പിപ്പോയിട്ട് അധിക ദൂരമൊന്നും ആയിട്ടുണ്ടാവില്ലായിരിക്കും. നമ്മൾ പോയ ഉൾപ്പാടെ തന്നെ അവരെയും കാണും. വെറുതെ തന്നെ നമ്മൾ പോയി തപ്പിപ്പിടിക്കണത്. ഞാൻ എന്റെ പിള്ളേരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആകാശ് അങ്ങനെ പറഞ്ഞിരുന്നു. എനിക്ക് സമാധാനമില്ല. പാവം എന്റെ കുഞ്ഞ് ആടെങ്കിലും തെമ്മാടികളെ കയ്യിൽ പോയി പെട്ടാലോ? ഞാൻ അവളുടെ അമ്മയാണ്. എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമെന്നില്ല. അതെനിക്കറിയാൻ രചന. അതുകൊണ്ട് ഞാൻ എന്റെ കുറച്ച് പിള്ളേരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തിന്? അല്ല, ചിപ്പിനെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ അവളെ വേറൊരു ഒളിത്താവളത്തിലേക്ക് മാറ്റുന്നു. 2-3 ദിവസം അവൾ അവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. വേണമെങ്കിൽ ഒരു ആയേനെ വെക്കാം. എന്നിട്ട് നമ്മൾ പറയണത് എന്താണ്? ചിപ്പിനെ കാണുന്നില്ല. ഇഷിതയും മഹേഷിനെ വൻ വഴക്ക് കാരണം മോൾ ഇറങ്ങിപ്പോയി. മോളെ 2-3 ദിവസം കാണാനില്ല. നമുക്ക് കോടതിയിലും അതുപോലെ പോലീസ് സ്റ്റേഷനിലും ഒരു പരാതി കൊടുക്കാം. 2-3 ദിവസം അവൾ ഇറക്കി വിടാം. ശേഷം കോടതിയിൽ അവൾ എത്തുമ്പോഴേക്കും പറയും അവള് തട്ടിക്കൊണ്ടു പോയതാണ്, ആരൊക്കെ തട്ടിക്കൊണ്ടു പോയതാന്നൊക്കെ പറയും. ഇഷിതയും മഹേഷും വഴക്കാണെന്ന് കോടതി പറയും. അതുകൊണ്ട് നമുക്ക് കുഞ്ഞിനെ കിട്ടും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ആകാശ്? ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് പറയുമ്പോഴേക്കും, അതെ, ഈ ആകാശ് ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവനാടി. മറ്റുള്ളവർ കൊയ്തേ ഞാൻ എടുത്തട്ടേ ഉള്ളൂ, നീ അടക്കം എന്ന് പറയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പിള്ളേരെയൊക്കെ ഒന്ന് വിളിക്കാം. അവരെത്രയും പെട്ടെന്ന് ചിപ്പിനെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിക്കും. പിന്നെ നിനക്ക് നേരിട്ട് അവളെ കാണാൻ പറ്റില്ല, CCTV-യിലൂടെ കാണാം. ഇവിടെ എത്തിക്കേണ്ട വേറൊരു താവളത്തിൽ നമുക്ക് എത്തിക്കാം. അതിനുശേഷം നമുക്കൊരു 3-4 ദിവസം അവിടെ നല്ല പരിചരണത്തിൽ അവളെ വെച്ചിട്ട് കോടതിയിലൊക്കെ വാദിച്ചതിന് ശേഷം അവളെ നമുക്ക് സ്വന്തമാക്കാം. താങ്ക് യു സോ മച്ച് ആകാശ്. ഇത് നല്ലൊരു വീണ്ടും കിട്ടിയ അവസരമാണ്. അതെ, ഞാൻ എന്റെ പിള്ളേരെയൊക്കെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആകാശ് അപ്പുറത്തേക്ക് പോവാണ്. രചനക്കും ഭയങ്കര സന്തോഷം ട്ടോ. പിന്നീട് കാണിക്കുന്ന ഇഷിതയും മഹേഷിനെയാണ്. അവര് കാറിൽ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഫ്ലാറ്റിലേക്ക് എത്തുന്ന ഇഷിതയും മഹേഷ് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. സെക്യൂരിറ്റി പറയുന്നുണ്ട്, സർ മോള് പുറത്തൊന്നും പോയിട്ടില്ല. ഞാൻ CCTV പരിശോധിച്ച് ഗേറ്റ് കടന്ന് മോള് തിരിച്ചു എവിടെയും പോയിട്ടില്ല. അതെ, താൻ അങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടാ ഞങ്ങൾ എവിടെയും പോകണ്ട തിരിച്ചു ഇങ്ങോട്ടേക്ക് വന്നത്. മോൾ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഓടിച്ചു നിൽക്കുന്നുണ്ടാവും സർ. ആരുടെങ്കിലും ഫ്ലാറ്റിലുണ്ടാവും. അവൾ അങ്ങനെ ആരുടെ ഫ്ലാറ്റിൽ പോകുന്ന സ്വഭാവക്കാരിയൊന്നും അല്ല എന്ന് മഹേഷ് പറയാണ്. ഇഷിത ചോദിക്കണ്ടല്ല, പൊക്കത്തെ ടെറസിന്റെ ഡോറ് അടച്ചിരിക്കുകയാണോ അകത്തുനിന്ന്? അല്ല, പുറത്തുനിന്ന് അടച്ചിരിക്കുകയാണ് മാഡം. അയ്യോ, ഇനി പൊക്കത്തെങ്ങാനും ഉണ്ടാവും അവള്. ഞാൻ നോക്കിക്കോളാം മാഡം എന്ന് പറയാണ്. സെക്യൂരിറ്റി ശേഷം അയാൾ മുകളിലേക്ക് പോകാണ്. ആ സമയം ഇഷിതയും മഹേഷും മോൾ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മുടെ പിണക്കം കാരണം അവള് വിഷമിച്ച് എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളിവിടെയൊക്കെ നോക്കിയതല്ലേ ഇഷിത, പക്ഷെ നമ്മളവളെ കണ്ടില്ലല്ലോ. നമ്മൾ കാണാതെ ഒളിച്ചു നിൽക്കുമായിരിക്കും അവള് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു കുട്ടി കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് ചെറിയ പൊക്ക പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരാട്ടോ. ഹലോ എന്ന് പറഞ്ഞിട്ട് ഇഷിതയുടെ മഹേഷിന്റെ കയ്യിൽ കൊടുക്കാണ്. മോളെ, നീ ചിപ്പിനെ കണ്ടിരുന്നോ? ചിപ്പി ഇതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഓടി പോകുക കേട്ടോ. ഇതിലുണ്ടെന്നോ എന്ന് പറഞ്ഞിട്ട് ഇഷിത മഹേഷ് ആ ബൊക്ക നോക്കുമ്പോൾ അതിലൊരു ലെറ്റർ കാണുന്നുണ്ട്. മഹേഷ് എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ തുറന്നു നോക്കാണ് ഇഷിത. അമ്മ ഡാഡിയും ഒരുമിച്ച് നിന്ന എന്നെ കാണാൻ സാധിക്കും എന്ന് പറയാണ്. പാവം നമ്മുടെ മോള് മനസ്സ് വേദനിച്ചിട്ട് എവിടെയോ മാറി നിൽക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് അവിടെ നിന്നിട്ട് ഒച്ചത്തി വിളിച്ചു പറയണം, മോളെ ചിപ്പി, ദേ അമ്മക്ക് ഡാഡിയുടെ ഇപ്പൊ പിണക്കമൊന്നും ഇല്ല കേട്ടോ. അമ്മ പിണക്കമൊക്കെ മാറി. ഞങ്ങൾ തമ്മിലിപ്പോ ഒരു പിണക്കവും ഇല്ല മോളെ എന്നൊക്കെ മഹേഷ് വിളിച്ചു പറയണ ചിപ്പി കേൾക്കാനായിട്ട്. ഇഷിതയും പറയുന്നുണ്ട്, അതേ മോളെ, ഡാഡിയുടെ അടുത്ത് അമ്മക്ക് ഒരു പിണക്കവും ഇല്ല. അമ്മ പിണക്കമൊക്കെ മറന്നു മോളെ എന്ന് പറയാണ്. അത് കേൾക്കുന്ന മഹേഷ് ഇഷിതയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കുന്നുണ്ട്. സ്നേഹത്തോടെ ഇഷിതടുത്ത് ചോദിക്കുകയാണ്, അല്ല, താൻ പറഞ്ഞ സത്യമാണോ? തനിക്ക് എന്നോട് പിണക്കമൊന്നും ഇല്ലേ? മഹേഷ്, എന്നെ മഹേഷിനെ ഒന്നാക്കിയ സ്നേഹച്ചരടാണ് ചിപ്പി. എനിക്ക് ചിപ്പിക്ക് വേണ്ടിയിട്ട് വേദനിക്കാൻ തയ്യാറാണ് മഹേഷ്. ചിപ്പിക്ക് വേണ്ടി എന്നെ എല്ലാം മറക്കാം. മഹേഷിനോട് ക്ഷമിക്കാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിണക്കൊക്കെ മറന്നു എന്ന് പറയുമ്പോൾ മഹേഷിന് സന്തോഷമാവാട്ടോ. ശേഷം അവർ രണ്ടിനോട് ഒരുമിച്ച് വിളിക്കുകയാണ്, മോളെ ചിപ്പി, ചിപ്പി മോളെ, ഇതേ പിണക്കൊന്നും ഇല്ലട്ടോ. ഞങ്ങൾ തമ്മിൽ ഒന്നായി, എല്ലാ പിണക്കങ്ങളും മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചത്തി വിളിച്ചു പറയുമ്പോൾ ആ ബൊക്കൊക്കെ കൊണ്ടുവന്ന കുട്ടി അവിടെ കുറച്ചു നേരം മാറി നിന്നിട്ട് ഇഷിതനും മഹേഷിനും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മഹേഷ്, ദേ ആ കുട്ടി വിളിക്കുന്നു, വാ എന്ന് പറഞ്ഞിട്ട് ഇഷിത മഹേഷിനെ കൂട്ടിക്കൊണ്ട് ആ കുട്ടി പോയ അടുത്തേക്ക് പോകുവാട്ടോ. മോളെ, എവിടെ മോളെ ചിപ്പി എന്ന് പറയുമ്പോൾ, ദേ ചിപ്പി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, എവിടെ? ദേ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇഷിതയെ മഹേഷ് നോക്കുമ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ അവിടെ ഫുള്ളും ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാട്ടോ. അതായത് വരാൻ വേണ്ടി, അതായത് വഴി ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കണ പോലെ വെച്ചിരിക്കുകയാണ്. മഹേഷ് വേണ്ട, നേരത്തെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇഷിത പറഞ്ഞിട്ട്, നമ്മുടെ മോള് നമുക്ക് വേണ്ടി വെച്ചതായിരിക്കും സ്വാഗതം ചെയ്യാനായിട്ട്. വാ മഹേഷ് എന്ന് പറഞ്ഞിട്ട് ആ ഫ്ലവേഴ്സ് ഇട്ട
വഴി കൂടി ഫോളോ ചെയ്ത് പോവാണ് ഇഷിതയും മഹേഷും. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴേക്കും വീണ്ടും ഇഷിത വിളിക്കുകയാണ്, മോളെ നോക്ക്, ഡാഡി അമ്മയുടെ സോറി പറഞ്ഞു, അമ്മക്കിപ്പോ ഒരു പിണക്കും ഇല്ല, മോള് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ചിപ്പി അങ്ങോട്ടേക്ക് വരുവാട്ടോ. ചിപ്പിനെ കാണുന്നത് ഇഷിതയും മഹേഷും ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിക്കാൻ പോകുമ്പോ ചിപ്പി പറയണ്ട, അതെ നിക്ക് നിക്ക് നിക്ക്, രണ്ടുപേരും എന്നെ കെട്ടിപ്പിടിക്കാനൊക്കെ വരട്ടെ, രണ്ടുപേരും പ്രോമിസ് ചെയ്യണം, ഇനി ഒരിക്കലും പിണങ്ങില്ലെന്ന് പ്രോമിസ് ചെയ്യണം എന്ന് പറയുമ്പോ ഇഷിതയും മഹേഷും മോളോട് പറയണ്ട്, മോളെ ഇനി ഞാനും അമ്മയും ഒരിക്കലും മോളെ വിഷമിപ്പിക്കില്ല, പ്രോമിസ് ചെയ് എന്ന് പറയാണ്. അങ്ങനെ ഇഷിത ചിപ്പിയുടെ മുഖത്ത് ഒരു ഉമ്മ കൊടുക്കാണ്, മഹേഷും കൊടുക്കുന്നുണ്ട്, പ്രോമിസ് എന്ന് പറയാണ്. ഇങ്ങനെ പ്രോമിസ് ചെയ്താ പോരാ, അമ്മ എന്നാ പിണക്കം മാറിട്ടെ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരണം മോളെ, അത് എന്ന് ഇഷിത പറയുമ്പോ അതെ പിണക്കം മാറിയ പിന്നെന്തിനാ അമ്മ അമ്മയുടെ ഫ്ലാറ്റിൽ നിൽക്കുന്നത്, ഞങ്ങളുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്, അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരണം, ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോ ഇഷിത ശരി ഞാൻ വരാം മോളെ എന്ന് പറയാണ്. എങ്കിലേ നമുക്ക് പോയാലോ എന്ന് മഹേഷ് പറയുമ്പോ അതെ അതെ നിങ്ങൾ രണ്ടുപേരും പതുക്കെ വന്നാ മതിയേ, എനിക്ക് മോളിൽ പോയിട്ട് കുറച്ച് പണിയുണ്ട്. പണിയോ, എന്ത് പണി? അതെ അമ്മ വീണ്ടും തിരിച്ചു വരികയല്ലേ, അപ്പൊ അമ്മേനെ സ്വാഗതം ചെയ്യാൻ ചെറിയൊരു പണിയുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോ വരാവേ എന്ന് പറഞ്ഞിട്ട് ചിപ്പി ഓടി ആദ്യം ഫ്ലാറ്റിലേക്ക് പോകുവാട്ടോ. ഇഷിത മഹേഷിന്റെ മുഖത്തേക്ക് നോക്കുവാണ്. എന്താ അവള് പറഞ്ഞതിനർത്ഥം? എനിക്കറിയില്ല എന്ന് മഹേഷ് പറയാണ്. അങ്ങനെ ഇഷിതയും മഹേഷ് ചിപ്പിയുടെ തൊട്ടു പിന്നാലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ചിപ്പി ഓടി നമ്മുടെ സ്വപ്നയുടെ അടുത്തേക്ക് പോവാണ്. അയ്യോ അപ്പച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, അച്ചമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്റെ മോള് വന്നു. ചിപ്പി നീ എവിടെയായിരുന്നു മോളെ, ഞങ്ങളൊക്കെ എത്രമാത്രം വേദനിച്ചെന്നറിയാവോ, മഹേഷ് നിന്നെ അന്വേഷിച്ച് പോയിരിക്കുക എന്ന് പറയുമ്പോ മഞ്ജിമ വരുന്നുണ്ട്, മോള് കൊള്ളാലോ, മഹേഷ് നിന്നെ അന്വേഷിച്ച് റോഡൊക്കെ അരഞ്ഞോണ്ടിരിക്കുക, അതെ അവരെ ഞാൻ കണ്ടു, അമ്മയും അച്ഛനും കൂടി എന്നെ അന്വേഷിച്ച് നിലത്തേക്ക് വന്നിരുന്നു, അല്ല മോൾ എവിടെയാ പോയത്, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ തന്നെയോ? അതെ ഗാർഡന്. അമ്പടി നീ ആള് കൊള്ളാലോ എന്ന് സ്വപ്നവല്ലി പറയാണ്. അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അമ്മയും അതുപോലെ തന്നെ ഡാഡിയും തമ്മിലെ പിണക്കമൊക്കെ മാറി, ഞാൻ 100 വരെ പോയിട്ട് വരാം, നീ എവിടെയൊക്കെ പോണത്, 100 പോയിട്ട് വരാം, വേണ്ട പോവണ്ട, ഞാൻ പോയിട്ട് വരാം അച്ഛമ്മേന്ന് പറഞ്ഞിട്ട് ചിപ്പി ഓടി 100 പോവുകയാണ്. അപ്പോഴേക്കും അവർ പോയി കഴിയുമ്പോഴേക്കും മഞ്ജിമ പറയുന്നുണ്ട്, കണ്ടില്ലേ അമ്മേ ചിപ്പിയുടെ സന്തോഷം, ഇതിന്റെ അർത്ഥം മഹേഷ് ഇഷിതനും കൂട്ടിക്കൊണ്ട് ഇവിടെ വരുമെന്നാണ് എനിക്ക് മനസ്സിലായി മോളെ എന്ന് സ്വപ്നവല്ലി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അഷിതേനെയാണ്. അഷിത ആകെ ടെൻഷനായിട്ട് ഇഷിതയുടെ അടുത്തേക്ക് വന്നിരിക്കാട്ടോ. അപ്പൊ അവിടെ അനുഗ്രഹയുണ്ട്, സുചിത്രയുണ്ട്. ഇഷിതനെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയിരുന്ന മക്കളെ എന്ന് ചോദിക്കുകയാണ്. പ്രിയാമണി എഴുതുന്നുണ്ട്, മോളെ നീ എത്തിയോ? സ്കൂളിൽ നിന്ന് വേഗം വരുമായിരുന്നു ഈ വിവരം അറിഞ്ഞിട്ട്, ചിപ്പിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? എനിക്കറിയില്ല മോളെ, കുഞ്ഞ് എവിടെയാണോ പോയത്, ഇവരുടെ വഴക്ക് കാരണം പാവം മനസ്സ് വേദനിച്ച് ഇറങ്ങി പോയതാണെന്ന് പറയുമ്പോ മാഷ് വരുന്നുണ്ട്. അച്ഛാ എന്താ അച്ഛാ കേൾക്കുന്നത്, മോളെ കുറിച്ച് എന്തിനും വിവരം കിട്ടിയോ? ഇഷിതനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഞങ്ങളും വിളിച്ചോണ്ടിരിക്കുക, ചേച്ചി ഫോൺ എടുക്കുന്നില്ല എന്ന് സുചിത്രയും അതുപോലെ തന്നെ അനുഗ്രഹം പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഇഷിത അങ്ങോട്ടേക്ക് വാതിൽ തുറന്നു വരുവാട്ടോ. ദേ ഇഷിത വന്നല്ലോ, മോളെ ചിപ്പിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ചേച്ചി എപ്പോഴാ വന്നത്? ഞാനിപ്പോ വന്നേ ഉള്ളൂ, വിവരം അറിഞ്ഞിട്ട് വന്നതാണോ ചേച്ചി? അതെ പിന്നെ അല്ലാതെ, ചിപ്പിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? കിട്ടി, അവിടെ താഴെ ഉണ്ടായിരുന്നു ഗാർഡനിൽ, ഇപ്പൊ 101 പോയിട്ടുണ്ട്. സമാധാനം എന്ന് പ്രിയാമണി പറയാണ്. അല്ല അവൾ എന്താ താഴത്തുണ്ടായിരുന്നത്, ഞങ്ങളൊക്കെ അവിടെ നോക്കിയതല്ലേ? അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഒളിച്ചു നിൽക്കുമായിരുന്നു. സുചിത്ര പറയണ്ടേ, അല്ല ചേച്ചി ഞാൻ അവിടെയൊക്കെ നോക്കിയതാണ്, അവളെ കണ്ടില്ല, അവിടെ ഉണ്ടായിരുന്നടേ, അവൾ ഒളിച്ചു നിൽക്കുമായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഒരു കുട്ടിയെ അവളെ കാണിച്ചത്. എന്നിട്ട് നിങ്ങൾ അവളെ വഴക്ക് വരുന്നതിന് പറഞ്ഞോ എന്ന് മാഷ് ചോദിക്കുമ്പോ എനിക്ക് വഴക്കൊന്നും പറയാൻ തോന്നിയില്ല അമ്മേ, എനിക്ക് അവളോടുള്ള സ്നേഹമാണ് ആ സമയത്ത് തോന്നിയത്, എന്നെ എത്രമാത്രം അവൾ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോഴേക്കും മാഷ് പറയണ്ട്, കണ്ടില്ലേ വലിയ ആൾക്കാരെ കാണിക്കുന്ന തെറ്റ് കാരണം കുട്ടികൾ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അഷിത പറയണ്ട്. ഇഷിത മോളെ നീ സൂക്ഷിക്കണം, ഇപ്പത്തെ കാലത്തെ പിള്ളേര് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, മുതിർന്നവർ എന്ത് ആലോചിച്ച് തുടങ്ങുന്നോ അവിടെ ആലോചിച്ച് ചിന്തിച്ചു കഴിയുന്നവരവര്, അവരെ കൈകാര്യം ചെയ്യാൻ കുറച്ച് പണിയാണ്, അതുകൊണ്ട് ഇനി നിങ്ങൾ അവളെ വേദനിപ്പിക്കരുത്. ഇല്ല ചേച്ചി, ഇനി ഒരിക്കലും ഞാനായിട്ട് അവളെ വേദനിപ്പിക്കില്ല, അവൾക്ക് എന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്ക് ഇതിലൂടെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ ഇഷിത പറഞ്ഞുകൊണ്ടിരിക്കെ ചിപ്പി അവിടേക്ക് ഓടി വരുവാട്ടോ. ചിപ്പി ഓടി വരുമ്പോഴേക്കും അഷിത പറയണ്ട, മോളെ നീ ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറയുമ്പോ ചിപ്പി ചിരിക്കാട്ടോ. മാഷ് പറയണ്ട്, എന്റെ മോളെ നിന്നെ കാണാതെ മഹേഷും ഇഷിതയും എത്രമാത്രം വേദനിച്ചെന്നറിയാവോ? ദേ അപ്പോ അഷിതടുത്ത് ചോദിക്കണ്ടേ, അല്ല അഷിതാമ്മ എന്നെ കാണാനെന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണോ? പിന്നല്ലാതെ ക്ലാസ്സും കട്ട് ചെയ്ത് ഓടി വന്നതാ എന്ന് പറയാണ്. കുറുമ്പിക്കുട്ടി ഇനി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, ഞാനേ ഇപ്പൊ തമാശക്കാ ചെയ്തത്, പക്ഷെ ഇനി അമ്മയും അതുപോലെ ഡാഡിയും പിണങ്ങി കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പോകും എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയണ്ട്, മോളെ ഇവിടെ നീ എന്തൊക്കെയാ നടന്നതെന്ന്
പറഞ്ഞു ദേ പ്രിയാമണി തലകറങ്ങി വീണു, എനിക്കെങ്കിൽ എന്ത് ചെയ്യുന്നറിയില്ല, BP കൂടി, മോളിനി ഇങ്ങനെയൊന്നും ചെയ്യലട്ടെ മോളെ എന്ന് പറയുമ്പോൾ ചിപ്പി ചിരിക്കാണ്. ആ ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അമ്മയുടെ ഡാഡിയുടെ പിണക്കം മാറിയില്ലേ, എങ്കിലും നിന്റെ അമ്മേനെ കൂട്ടിക്കൊണ്ടു പോയിക്കോ 101ലേക്ക് എന്ന് പ്രിയാമണി പറയുമ്പോ അതെ അതിന് കുറച്ച് സമയം കൂടി വേണം. സമയോ ചില ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. സുജിക്കുട്ടിയും അതുപോലെ തന്നെ അനുഗ്രഹ മോളും എന്റെ കൂടെ വരണം. അതെന്തിനാ? 101ലേക്ക് വാ, അമ്മേനെ സ്വീകരിക്കാൻ ചെറിയ ഒരുക്കങ്ങൾക്ക് വേണ്ടിട്ടാ, വാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോവാണ് ചിപ്പി. ചിപ്പി പോയി കഴിയുമ്പോഴേക്കും മാഷ് പറയണ്ട്, കണ്ടില്ലേ മോളെ, നിന്നോടുള്ള അവളുടെ സ്നേഹം, നൊന്ത് പ്രസവിച്ച മക്കൾക്ക് പോലും ഇത്ര സ്നേഹം കാണില്ല, എനിക്കറിയാച്ച, അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് വേണ്ടി എല്ലാം ക്ഷമിച്ച് സഹിക്കുന്നതെന്ന് പറയാണ്. നിന്നെ സ്വീകരിക്കാൻ എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട് അവള് എന്ന് പറയുമ്പോ ഇഷിത ചിരിക്കാണ്. അതേസമയം 101ലാണെങ്കിൽ ചിപ്പിയും അനുഗ്രഹയും സുചിത്രയും കൂടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ തട്ടത്തിലേക്ക് വെക്കുവാട്ടോ. അങ്ങനെ ആരതിയും സ്വീറ്റ്സ് ഒക്കെ കണ്ടിട്ട് സ്വപ്നയോട് മഞ്ജിമ പറയണ്ട്, എന്തൊക്കെയാ അമ്മ ഇത് ഇവിടെ? അവളുടെ അമ്മേനെ സ്വീകരിക്കാൻ വേണ്ടി വെച്ചേക്കണതായിരിക്കും, അവളുടെ അച്ഛൻ സ്വീകരിക്കട്ടെ, മഹേഷിന് സന്തോഷമായിരിക്കും, അവൻ തന്നെ ആരതി എടുത്തിട്ടെ അവളുടെ പെണ്ണും മുള്ളനെയും കൂടെ കൊണ്ടുവരട്ടെ എന്നിങ്ങനെ പറയാണ്. അല്ല ഇതെന്താ നടക്കണെന്ന് ചോദിക്കുമ്പോ ഞങ്ങൾക്കൊന്നും അറിയില്ല, ചിപ്പി മോള് വിളിച്ചു, ഞങ്ങൾ ഇങ്ങോട്ട് വന്നു എന്ന് അനുഗ്രഹയും സുചിത്രയും പറയാണ്. ചിപ്പി പറയണ്ട്, രണ്ടുപേരും വാ എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോവാട്ടോ. കൊള്ളാമേ, നല്ല ഐഡിയ തന്നെ, ഇവിടെ നാണം കെടുത്തി പോയവളെ ആരതി ഒഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്നു, കൊള്ളാം ഇത് മഞ്ജിമ പറയാണ്. സ്വപ്നയില് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ മോളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചിപ്പി വാതിൽ തുറന്ന് ഇഷിതനെ മഹേഷിനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ. ശേഷം ചിപ്പി പറയണ്ട്, അതെ എന്റെ അമ്മേനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നു, ഇനി എന്റെ അമ്മേനെ ആരും വേദനിപ്പിക്കാൻ പാടില്ല, അങ്ങനെ എങ്ങാനും വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ചിപ്പി ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ തമാശക്കാണ് ഒളിച്ചു നിന്നത്, പക്ഷെ ഇനി ഞാൻ കാര്യത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ, അതുകൊണ്ട് എന്റെ അമ്മേനെ ആരെങ്കിലും വേദനിപ്പിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ എന്ന് പറയുമ്പോ സ്വപ്നവലിയും അതുപോലെ തന്നെ മഞ്ജിമയും പരസ്പരം മുഖത്തോട് മുഖം നോക്കാട്ടോ. ഇഷിതയ്ക്ക് ചെറിയ ഒരു അഭിമാനമൊക്കെ തോന്നുന്നുണ്ട് ചിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ട്. ആ ഒരു ഭാഗത്തോടെയായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് ഇഷിതനെ മഹേഷിനെ നന്നായിട്ട് ആരതി ഒഴിയാണ് സുചിത്ര. ശേഷം ചിപ്പി പറയണ്ട്, അതെ അച്ഛമ്മ ഇവരോട് പറ ഇനി പിണങ്ങരുതെന്ന്. അതെ ചിപ്പി പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളത്, ഇനി പിണങ്ങി ഇറങ്ങി പോരുത്, ചിപ്പി മോൾക്ക് വിഷമമാകും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പൊ ഇഷിത ചെറുതായിട്ട് ചിരിക്കണൊക്കെ ഉണ്ട്. ശേഷം മഹേഷ് പറയണ്ട്, ഇനി തന്നെ വേദനിപ്പിക്കാതെ നോക്കാനായി എന്ന് പറഞ്ഞിട്ട് സിന്ദൂരം എടുത്തിട്ട് ഇഷിതയുടെ നെറുകിലേക്ക് ചാർത്തി കൊടുക്കാണ്. അതിനുശേഷം കാണിക്കുന്ന ആകാശിനെയാണ്. ആകാശാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് രചന അടുത്ത്, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, കുഴപ്പമില്ല, എര വന്ന് വലയിൽ തന്നെ വീഴും എന്നിരിക്കെ ജോർജ് എന്ന് പറഞ്ഞ പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് മഞ്ജിമക്ക് ദേഷ്യം വന്ന് റൂമിൽ നിൽക്കുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.